എങ്ങനെയാണ് മനുഷ്യൻ സ്വതന്ത്രനാകുന്നത്? അതെല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാവണം. ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകണം. ആ രീതിയിലെത്തുമ്പോൾ തന്നെ നിയന്ത്രിക്കുന്ന, തനിക്ക് വേണ്ട എല്ലാം സംവിധാനിച്ച ഏകനാകുന്ന അള്ളാഹു, ആ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന ബോധത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവൻ ഭയത്തിൽ നിന്ന് സ്വതന്ത്രനാകും. വിശപ്പുണ്ടാവും, രോഗമുണ്ടാവും, അത് റബ്ബ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന ബോധത്തിലേക്ക് അവന് വരണം. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. നിങ്ങളെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം തന്നിട്ട്. വിവിധങ്ങളായ നിയമങ്ങൾ വരുന്നു എന്നുള്ള ഭയം വരും. വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാൻ വരുന്നു, കുറെ ആളുകളെ അതിൽ നിന്ന് വെട്ടി ഒഴിവാക്കുന്നു എന്നുള്ള നിയമം വരും. അതല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ചില വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കണം, നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലോ. വസ്തുത എന്താണെങ്കിലും കുറേയേറെ കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യയുടെ പ്രതീക്ഷ നൽകുന്ന കുറെ വാർത്തകൾ പുതിയതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു റൂമിൽ നിന്ന് 80 വോട്ടുകളൊക്കെ ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തയാണ് വരുന്നത്. ഭയപ്പെടുത്തുന്നതാണിത്. ഒരു മണ്ഡലത്തിൽ 1,00,000-ലധികം വോട്ടുകൾ കള്ളത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കള്ള വോട്ടുകളാണ്. അത് വിളിച്ചു പറയുന്നവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലേ? മാധ്യമങ്ങളിൽ ആഘോഷങ്ങൾ വരണില്ലേ? എല്ലാം ഒരു ഭയങ്കരമായ മൗനത്തിലാണ്. ഈ മൗനം ഇന്ത്യയെ നശിപ്പിക്കുമെന്നെങ്കിലും പുതിയൊരു സ്വാതന്ത്ര്യ പിറവിയെ മോഹിച്ചു നിൽക്കുന്ന നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം.